100% ലിറ്ററസി ഉള്ള നമ്മളെ കേരളത്തില് വാഴാത്രീന്റെ പോസ്റ്റർ വന്നപ്പോൾ തൊട്ട് വരുന്ന കുറച്ച് കമന്റ്സ് ഉണ്ട്. പീരീഡ്സും ഏർലി പ്രഗ്നൻസി മൂഡ് സ്വിങ്സും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. നിങ്ങളൊക്കെ വിചാരം എന്താ, ഞങ്ങൾ ഇത് മാത്രമാണ് ഫേസ് ചെയ്യുന്നതെന്നോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ നമ്മളെ ലൈഫിൽ ഇല്ലേന്നോ, ഇതൊക്കെ ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങൾ ഡ്രാമ കാണിക്കുന്നതാണെന്നോ? സ്വന്തം വീട്ടിൽ അമ്മേനോട് ചോദിച്ചു നോക്ക് എങ്ങനെയാണ് പീരീഡ്സ് ഫസ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്തതെന്നുള്ളത്. ഓക്കെ, ആദ്യം എന്നിട്ട് അതിനുശേഷം മാത്രം വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അല്ലാണ്ട് ഇത് മാതിരിയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാൻ നിൽക്കില്ലേ, അതേ പറയാനുള്ളൂ. പിന്നെ ഇത് മാത്രമല്ല ഞങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തരുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഹോർമോൺസ് എന്താണ് ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നതെന്ന് കൂടി ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സ്റ്റേറ്റ് ഉണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് PCOD PCOS അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസോ ഇൻസുലിൻ റെസിസ്റ്റൻസോ ഹൈപ്പോതൈറോയിഡ്സ് എല്ലാം വന്നിട്ട് ഇഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. എല്ലാം പോട്ടെ, യൂട്രസ് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇതൊന്നും അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, മണ്ടത്തരങ്ങൾ പറയാണ്ടിരിക്കുക. ഓക്കെ, ചിലപ്പം ഇതൊന്നും വീട്ടിൽ അനിയത്തി ഒഴിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ലാത്തവർ പുറമേ നിന്നുള്ള ആൾക്കാർ, മീൻസ് ഞങ്ങളുടെ പോലെ ഒരു 13 ബിലോ ഉള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് മനസ്സിലാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ വീട്ടിൽ അമ്മമാരുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് മെനോപോസ് ഹാൻഡിൽ ചെയ്തതെന്നൊന്ന് ചോദിച്ചു നോക്കുക. അതെന്താണെന്നറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, യു വിൽ നോ. കാരണം 1-2 മിനിറ്റിൻ്റെ വീഡിയോനെ കൊണ്ട് മെനോപോസ് പറഞ്ഞിട്ട ടൈം എനിക്കില്ല, അതുകൊണ്ടാണ്. സോ അതെന്നാന്ന് ചോദിച്ചു നോക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്ക് കമൻറ്റ് ഇട്ട സമയത്ത് എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞതാണ്, പെണ്ണുങ്ങളില്ലെങ്കിൽ കുഴപ്പമില്ല, പെണ്ണില്ലാണ്ട് ഞങ്ങൾ ജീവിക്കും എന്നുള്ള രീതിയിലൊരു കമൻറ്റ്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു പെണ്ണും ആണും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് താങ്കൾ ജനിച്ചത്. പിന്നെ ഒരു പെണ്ണാണ് താങ്കൾക്ക് പാലൂട്ടിയത്, താങ്കളുടെ ബേസിക് കാര്യങ്ങളെല്ലാം താങ്കൾക്ക് പഠിപ്പിച്ചു തന്നത്, താങ്കളെ അത്ര കുറച്ച് വലിങ്ങനെ എത്തിച്ചത്. എത്ര ഏജാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുണ്ടാകും, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ റിയൽ അക്കൗണ്ട്, ഐ തിങ്ക് സോ. സോ വാട്ട് എവർ. ഇപ്പം പറയുന്നതിന് മുമ്പേ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ചിന്തിക്കുക. പിന്നെ ഓൾ ദി ബെസ്റ്റ് ഫോർ ദോസ് മെൻസ് ഹൂ സ്പ്രെഡ് ഹേറ്റ് ടു ദ വുമൻസ്. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ഫൈൻഡിങ് എ പെർഫെക്റ്റ് പാർട്ട്ണർ ഇൻ യുവർ ലൈഫ്.